സമസ്ത ലീഗ് തർക്കത്തിൽ സമവായ ശ്രമങ്ങൾ പാളുകയാണ്. ലീഗ് വിരുദ്ധ പക്ഷം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നീതിപൂർവമല്ലെന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. വീട്ടിലെത്തി ഖേദം പ്രകടിപ്പിച്ചവർ അത് പുറത്തു പറയണമെന്നായിരുന്നു ധാരണ. എന്നാൽ ഖേദപ്രകടനം മറച്ചുവെച്ചു. ഇതിലുള്ള പ്രതിഷേധം സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ചില പണ്ഡിതർ നടത്തിയ പ്രസ്താവനകളിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കുണ്ടായ ആശയക്കുഴപ്പമെല്ലാം പറഞ്ഞു ബോധ്യപ്പെടുത്തിയെന്നായിരുന്നു മുക്കം ഉമർ ഫൈസി, ഹമീദ് ഫൈസി അമ്പലക്കടവ് തുടങ്ങിയവർ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ചുരുക്കം. സമസ്ത ലീഗ് തർക്കത്തിന് പരിഹാരമാകുന്നുവെന്നും അവർ പറഞ്ഞിരുന്നു. എന്നാൽ പാണക്കാടെത്തി സമവായ ചർച്ചകളിൽ പറഞ്ഞതല്ല മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ പറഞ്ഞതെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. മതപണ്ഡിതരുടെ മാധ്യമങ്ങൾക്ക് മുമ്പിലെ പ്രതികരണം നീതിപൂർവമായില്ലെന്നും ഇത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ധരിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരണം എന്നൊക്കെ അവർ പറഞ്ഞു. ആയിക്കോട്ടെ, ഞാനതൊക്കെ കേട്ടിരുന്നു. ഇപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞത് നമ്മളോട് പറഞ്ഞാൽ പോരാ, ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത്. കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അടുത്തൊന്നും എന്നോട് പറഞ്ഞതല്ല, പുറത്ത് വേദികളിലും പ്രസംഗത്തിലൂടെയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് പുറത്ത് തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പിരിഞ്ഞത്. അപ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഞങ്ങൾ അവർ പത്രസമ്മേളനം നടത്തി. പക്ഷേ ഞങ്ങളുടെ ആ സംസാരത്തിൻ്റെ അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ഖേദപ്രകടനം നടത്തിയത് പുറത്തു പറയണമെന്നായിരുന്നു കൂടിക്കാഴ്ചയിലെ നിർദ്ദേശം. എന്നാൽ അതുമാത്രം അവർ പറഞ്ഞില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. അടുത്ത കാലത്ത് ഉണ്ടായ ഒന്ന് രണ്ട് പ്രസ്താവനകൾ, അത് മുക്കം ഉമർ ഫൈസിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഹമീദ് ഫൈസിൻ്റെ ഒക്കെ വന്ന ചില പ്രസ്താവനകൾ, അത് തങ്ങൾക്ക് വിഷമമുണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് അവരെന്നെ മാന്യമായിട്ട് പുറത്ത് പറയേണ്ടതാണ്. പുറത്ത് വന്ന ഒരു പ്രസ്താവനക്ക് പിന്നെ മറുപടി പുറത്ത് പറയണമല്ലോ, എന്നാലേ നാട്ടുകാരെ അറിയുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാൽ ആ ധരണിയിലാണ് പിരിഞ്ഞത്. അത് മാനസികമായിട്ട് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറയലാണല്ലോ പിന്നെ ഖേദപ്രകടനം എന്ന് പറയുന്നത്. പക്ഷെ അതുമാത്രം പറഞ്ഞില്ല. എന്നാൽ ഇതിനെയെല്ലാം തള്ളിക്കൊണ്ടായിരുന്നു മുക്കം ഉമർ ഫൈസിയുടെ പ്രതികരണം. മാപ്പ് അള്ളഹാനോടാ പറയാ, ഞങ്ങൾ അള്ളാഹുവിനോടല്ല വേറെ ആളും പറഞ്ഞു. ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് പറയലാണ്. വേറെ ഒരാളോട് നമ്മൾ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തെറ്റും ചെയ്യാറില്ല. തെറ്റിദ്ധാരണകൾ പരത്താനും ചില ആൾക്കാരൊക്കെ ഉള്ളിൽ കൂടെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെ ഉണ്ടാകുന്നതാണത്. അങ്ങനെ ഖേദത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക്. പിന്നെ തങ്ങൾക്കും ഇങ്ങോട്ടും ഖേദമില്ല, അങ്ങോട്ടും ഖേദമൊന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പിന്നെന്താ വിഷയം ഉണ്ടായിട്ട് പറഞ്ഞു തീർന്നില്ലേ, എത്രയല്ലേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് ഈ മാസം 23-ന് വിളിച്ചു ചേർത്ത രണ്ടാം ഘട്ട ആലോചനാ യോഗം നടക്കുമോ എന്നറിയാത്ത സാഹചര്യമാണ്. പ്രശ്നം പരിഹരിക്കാൻ വിളിച്ചു ചേർത്ത ആലോചനാ യോഗം അടുത്ത പ്രശ്നമായി മാറിയ സാഹചര്യമാണ് സമസ്തയ്ക്കും ലീഗിനുമിടയിൽ ഇപ്പോഴുള്ളത്. ന്യൂസ് 18 മലപ്പുറം. CV അനുമോദ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. അനുമോദ്, ഇതിപ്പോൾ പ്രശ്നപരിഹാരത്തിന് നടത്തിയ ചർച്ചകൾ അടുത്ത പ്രശ്നമായി മാറുക, അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് സമസ്തയും ലീഗും ഉള്ളതെന്ന് തോന്നുന്നു. മുൻകാലങ്ങളിലെ പോലെ അല്ല. ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾ വളരെ വളരെ ഷാർപ്പായി തന്നെ മറുപടി കൊടുക്കുന്ന ഒരാളാണ്. അതായത് മാപ്പ് പറഞ്ഞാൽ അത് മാപ്പ് തന്നെ ആയിരിക്കണം, അത് പുറത്ത് തന്നെ പറയണം എന്ന ഉറച്ച നിലപാടിലാണ് അവരുള്ളത്. ഇപ്പോൾ നമ്മൾ ഉമർ ഫൈസി മുക്കത്തിൻ്റെ വാക്കുകൾ കേട്ടു. അദ്ദേഹം പറയുന്നത് അങ്ങനെ മാപ്പ് പറയേണ്ട പ്രശ്നമൊന്നുമില്ല. അതായത് ഈ പ്രശ്നം പെട്ടെന്നൊന്നും അങ്ങനെ പരിഹരിക്കപ്പെടില്ല എന്ന രീതിയിലാണോ? ഗുഡ് മോർണിംഗ് ശ്രീജ. തീർച്ചയായിട്ടും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും അവരുടെ നിലപാട് വളരെ വിശദമായിട്ട് തന്നെ വ്യക്തമായിട്ട് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പറയേണ്ടത് അവരുടെ മര്യാദയായിരുന്നു. അതായിരുന്നു ധാർമ്മികമായിട്ട് ചെയ്യേണ്ടിരുന്നത്. അതായിരുന്നു സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അറിയിച്ചിരുന്നത്. പക്ഷേ അവരത് ചെയ്തില്ല എന്നുള്ളതാണ് ലീഗിൻ്റെ മുഖ്യമായിട്ടുള്ള ആരോപണം. അത് പി കെ കുഞ്ഞാലിക്കുട്ടി വളരെ ഷാർപ്പായിട്ട് തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. തങ്ങളെ വേദനിപ്പിച്ചതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്ന് അവർ വന്ന് ഖേദപ്രകടനം നടത്തുമ്പോൾ ഒരു പൊതുവേദിയിൽ നടത്തിയ പ്രസ്താവനകളാണ് ഈ ഒരു വിഷയത്തിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ അതൊരു പൊതുവേദിയിൽ തന്നെ അവരെ അറിയിക്കേണ്ടതുണ്ട്. അതായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഇന്നലെ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് മുക്കം ഉമർ ഫൈസിയുടെ പ്രതികരണം വന്നിട്ടുള്ളത്. മാപ്പ് അള്ളാഹുവിനോട് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്, അല്ലാതെ മറ്റാരോടും പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു ലീഗ് നേതൃത്വവുമായിട്ട് അവർ നടത്തിയ ആ ഒരു സമവായ ശ്രമങ്ങളൊക്കെ
പൊളിയുന്നു എന്ന് തന്നെ വേണം ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. എന്നാണെങ്കിലും മുക്കം ഉമർ ഫൈസിയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു തരത്തിലും ആ ലീഗിൻ്റെ നേതാക്കൾ പറയുന്നത് കേട്ട് അനുസരിച്ച് അതുപോലെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ച് പറയുന്ന പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നില ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു സമവായ ശ്രമങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. കാരണം 23-ാം തീയതി രണ്ടാം ഘട്ട ആലോചനായോഗം വിളിച്ചതാണ്. ഈ ആദ്യഘട്ടത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ച ചർച്ചകൾ, അതിനുശേഷം ലീഗിനെ പിന്തുണയ്ക്കുന്ന സമസ്തയിലെ വിഭാഗക്കാരും ലീഗിനെ എതിർക്കുന്നവരുമായിട്ടുള്ള ചർച്ച, അങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത്. ഇപ്പോൾ രണ്ടാം ഘട്ടം ഇനി എന്താവുകയെന്ന് പറയാനാകില്ല. മാത്രമല്ല ഉമർ ഫൈസി മുക്കത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഇന്ന് സമസ്തയിലെ ഒരു വിഭാഗം തന്നെ രംഗത്തെത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ സമസ്ത ലീഗ് തർക്കം പോകെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീളുന്നു എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. ശ്രീജ. ശരി അനുമോദ്, എന്തായാലും രണ്ട് പക്ഷവും നല്ല ഉറച്ച നിലപാടിലാണ്. മാപ്പ് പറയേണ്ട ആവശ്യമേ ഇല്ലെന്ന മട്ടിൽ സമസ്ത നിൽക്കുമ്പോൾ സ്വകാര്യമായി വന്ന് പറഞ്ഞ മാപ്പ് പൊതുവേദിയിൽ അപമാനിച്ചതിനുള്ള മാപ്പായതുകൊണ്ട് പൊതുവായി തന്നെ പറയണമെന്ന ഉറച്ച നിലപാടിൽ ലീഗും തുടരുകയാണ്. എങ്ങോട്ടാണ് ആ തർക്കം പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.